നമസ്കാരം, ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഛത്തീസ്ഗഡിലെ റായ്ഗഡിലുള്ള സെന്റ് സേവേഴ്സ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മതപരിവർത്തനം ആരോപിച്ച് ABVP പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു. ജൂലൈ 7-ന് അധ്യയന സമയത്ത് പോലീസിനൊപ്പം ക്യാമ്പസിൽ പ്രവേശിച്ച പ്രതിഷേധക്കാർ ജയ് ശ്രീറാം വിളികളുമായി ക്ലാസുകൾ തടസ്സപ്പെടുത്തിയത് വിദ്യാർത്ഥികളിലും ജീവനക്കാരിലും വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു. എന്നാൽ മതപരിവർത്തന ആരോപണങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്നും കെട്ടിച്ചമച്ചതാണെന്നും സ്കൂൾ മാനേജ്മെന്റ് വ്യക്തമാക്കി. വിശുദ്ധ ഫ്രാൻസിസ് സേവറിനെ കുറിച്ചുള്ള ചരിത്രപരമായ കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനെ വളച്ചൊടിച്ചാണ് ഇത്തരമൊരു വിവാദം ഉണ്ടാക്കിയതെന്ന് അധികൃതർ വിശദീകരിച്ചു. നിയമപരമായ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നതായും കുട്ടികളുടെ സുരക്ഷയെയും പഠനാന്തരീക്ഷത്തെയും തകർക്കുന്ന പുറത്തുനിന്നുള്ള ഇടപെടലുകൾ അനുവദിക്കില്ലെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭയുടെ രാജ്യാന്തര AI ഉച്ചകോടിയിലേക്ക് ലിയോ 14 മാർപ്പാപ്പ പ്രത്യേക സന്ദേശം അയച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ എപ്പോഴും മനുഷ്യന്റെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടിയായിരിക്കണം ഉപയോഗിക്കേണ്ടതെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. AIയുടെ അമിത വളർച്ച മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയും നിയന്ത്രണത്തെയും ഒരു തരത്തിലും ബാധിക്കരുതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കാർഡിനൽ പിയട്രോ പരോളിൻ വഴിയാണ് പാപ്പയുടെ ഈ സന്ദേശം ഉച്ചകോടിയിൽ അവതരിപ്പിച്ചത്. മനുഷ്യന്റെ അന്തസ്സ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് പുതിയ സാങ്കേതിക വിദ്യകൾ സുരക്ഷിതമായി ഉപയോഗിക്കുവാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. ജർമ്മനിയിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ സംഘടനയായ കാരിത്താസ് അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റായി സിസ്റ്റർ ഡോക്ടർ കാതറീന ഗാൻസ് തിരഞ്ഞെടുക്കപ്പെട്ടു. കത്തോലിക്ക സഭയിലെ മാറ്റങ്ങൾക്കും സ്ത്രീകളുടെ അവകാശങ്ങൾക്കും വേണ്ടി ശക്തമായി നിലകൊള്ളുന്ന വ്യക്തിയാണ് സിസ്റ്റർ കാതറീന. നിലവിലെ പ്രസിഡന്റ് ഇവാ മരിയ വിരമിക്കുന്ന ഒഴിവിലേക്കാണ് സിസ്റ്റർ കാതറീന പുതിയ മേധാവിയായി വരുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലായിരിക്കും അവർ ഈ വലിയ സംഘടനയുടെ ചുമതല ഔദ്യോഗികമായി ഏറ്റെടുക്കുക. ലക്ഷക്കണക്കിന് ജീവനക്കാരുള്ള കാരിത്താസ് അസോസിയേഷൻ ജർമ്മനിയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാക്കളിൽ ഒന്നുകൂടിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ന്യൂയോർക്ക് ആസ്ഥാനത്ത് നടന്ന ഉന്നതതല യോഗത്തിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെക്കുറിച്ച് വത്തിക്കാൻ പ്രതിനിധി സംഘം സംസാരിച്ചു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ലോകരാഷ്ട്രങ്ങൾ അടിയന്തര മുൻഗണന നൽകണമെന്ന് ലിയോ 14 മാർപ്പാപ്പയുടെ പേരിൽ വത്തിക്കാൻ ആവശ്യപ്പെട്ടു. കാലാവസ്ഥാ വ്യതിയാനവും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾക്ക് ശാശ്വത പരിഹാരം കാണേണ്ടതുണ്ട്. ഇതിനായി ഈ രാജ്യങ്ങൾക്ക് സാമ്പത്തികം, ന്യായപരമായ വ്യാപാര വ്യവസ്ഥകൾ, സാങ്കേതിക വിദ്യ കൈമാറ്റം എന്നിവ ഉറപ്പാക്കണമെന്ന് പ്രതിനിധി സംഘം ഓർമ്മിപ്പിച്ചു. കൂടാതെ ദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിലും സമൂഹത്തിന്റെ സുസ്ഥിര വികസനത്തിലും കുടുംബ വ്യവസ്ഥകൾ വഹിക്കുന്ന നിർണായക പങ്കും വത്തിക്കാൻ ഈ അവസരത്തിൽ പ്രത്യേകം ചൂണ്ടിക്കാട്ടി. സഭയ്ക്കുള്ളിൽ പീഡനത്തിന് ഇരയാകുന്ന കന്യാസ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കാൻ വത്തിക്കാൻ പ്രത്യേക സമിതി രൂപീകരിച്ചു. നിലവിലെ സഭാ നിയമങ്ങളിലെ പോരായ്മകൾ കാരണം ഇരകൾക്ക് പലപ്പോഴും അർഹമായ നിയമപരിരക്ഷ ലഭിക്കുന്നില്ലെന്ന് സമിതി കണ്ടെത്തി. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി നിയമങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനാണ് വത്തിക്കാൻ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. പുതിയ മാറ്റങ്ങൾ വരുന്നതോടെ അതിക്രമങ്ങൾക്ക് ഇരയാകുന്നവർക്ക് വേഗത്തിൽ നീതിയും ആവശ്യമായ പിന്തുണയും ലഭിക്കും. കന്യാസ്ത്രീകൾക്ക് സഭയ്ക്കുള്ളിൽ കൂടുതൽ സുരക്ഷിതത്വം നൽകാൻ ഈ സുപ്രധാന തീരുമാനം വലിയ രീതിയിൽ സഹായിക്കും. ഇതോടുകൂടി ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.